കരാത്തെ ദോ ഗോജുകാൻ ഇന്ത്യ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളർ ബെൽറ്റ് ഗ്രേഡിംഗും സംസ്ഥാന ദേശീയ യൂണിവേഴ്സിറ്റി ഗെയിംസ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നാട്ടിക എസ്.എൻ. ഹാളിൽ നടന്ന ചടങ്ങിൽ ഗോജുകാൻ നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് ജോൺസൺ എന്നിവർ വിജയികളെ ആദരിച്ചു. ഗോജുകാൻ കേരള പ്രസിഡന്റ് കെ. സൂരജ് അധ്യക്ഷനായി. ഗോജുകാൻ സെക്രട്ടറി ഇ.ബി. സാന്ദ്ര ആമുഖ പ്രസംഗം നടത്തി. ദേശീയ സ്കൂൾ കായികമേളയിൽ പോൾ വാൾട്ടിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗോജുകാൻ വിദ്യാർത്ഥി അമൽ ചിത്രയെ ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 12 ഗോൾഡ് മെഡലടക്കം 25ഓളം മെഡലുകളാണ് ഗോജുകാൻ അസോസിയേഷൻ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി കരസ്ഥമാക്കിയത്. അതിൽ 4 പേർ ഡിസംബർ 13 മുതൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 250ഓളം കുട്ടികളാണ് ഇന്ന് നടന്ന കളർ ബെൽറ്റ് ഗ്രേഡിംഗ്സിൽ പങ്കെടുത്തത്. ചടങ്ങിൽ ഗോജുകാൻ സീനിയർ ഇൻസ്ട്രക്ടേഴ്സായ പി.എസ്. സുമി, സജിത്, കെ.ആർ. അവിനാഷ്, കിരൺ, വിഷ്ണുദാസ്, കാർത്തിക് എന്നിവർ സംസാരിച്ചു. വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ടും തൃശ്ശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ നേടിയിട്ടുള്ളത് കരാത്തെ ദോ ഗോജുകാൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സാന്ദ്ര സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുള്ളത് ഗോജുകാൻ അസോസിയേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണമെങ്കിൽ ഗോൾഡ് മാത്രമല്ല എല്ലാ മെഡലുകളും വളരെയധികം മെഡലുകൾ നേടാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഗോജുകാൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, കരാത്തെ ചാമ്പ്യൻഷിപ്പ്. അതോടൊപ്പം തന്നെ സ്കൂൾ ഗെയിംസിൽ നമുക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വലിയ വിജയങ്ങൾ നമുക്ക് കിട്ടി. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ നമ്മളുടെ 2 ബ്ലാക്ക് ബെൽറ്റ്സാണ് രണ്ടാമത്തെ തവണയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ പ്രതിനിധാനം ചെയ്ത് കേരളത്തിനെ പ്രതിനിധാനം ചെയ്ത് നാഷണലിൽ ഇന്നലെ സൗത്ത് വെസ്റ്റ് നടന്ന നാഷണലിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിൽ ഇന്നലെ ശബരിനാഥ് വീണ്ടും ക്വാളിഫൈഡ് ആയി നാഷണലിലേക്ക് ക്വാളിഫൈ ആയിരുന്നു.